കണ്ടപ്പോ ഇങ്ങനെ മാറി. എടാ ഇതും വെക്കണ സൈഡിൽ. ഹലോ, ഇത് വന്ന ലാസ്റ്റ് എന്താ ഇങ്ങക്ക് ഇവിടെ പണി? ഹലോ ഗായ്സ്, ഗായ്സ്. ഹലോ മേഡം. ഒരുപാട് സന്തോഷമുണ്ടായിരുന്നു. നമ്മുടെ ടീച്ചേഴ്സിനും പ്രിൻസിപ്പൽ മെമ്മോ കൊടുക്കാനുള്ള ഒരു പ്ലാനിങ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യൂഷ്വലി ഫസ്റ്റ് അതിലൂടെ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഷെമീറിനെ ഇൻവൈറ്റ് ചെയ്യുന്നു. നമ്മുടെ പ്രിൻസിപ്പൽ സുകുമാരൻ സാറിനെ മെമ്മോ കൊടുക്കാൻ വേണ്ടി. സോ ഷെമീർ അതുപോലെ തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെ തയ്യാറാവുന്ന കുറേ ആളുകൾ നിങ്ങളെ ഫ്രണ്ട്സായിട്ടുണ്ട്. അവരെയാണ് നമ്മൾ വിളിക്കാൻ തോന്നുന്നത്. എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുടുംബക്കാരെക്കാൾ കൂടുതലായിട്ട് വിളിക്കാൻ തോന്നാം. നമുക്ക് എന്ത് നോക്കണം എന്നായിട്ടും യാതൊരുമില്ലാതെ എക്സ്പോസ് ചെയ്യാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റുന്ന ആൾക്കാരെയാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. മറ്റവരൊക്കെ നമ്മളൊരു ലിമിറ്റ് വെച്ചിട്ടാണ് സംസാരിക്കുക ബന്ധങ്ങളിലൊക്കെ ആണ്. ഇത് ഒരു ടോട്ടൽ എക്സ്പോഷർ നമ്മൾ പ്രകടാക്കുന്നത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പോവാണ്. ഈ യാത്ര പോവുകയാണെങ്കിലും ടൂർ പോവുകയാണെങ്കിലും കാറിൽ അങ്ങനെ ഒരുപാട് അന്താരാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പം സർവീസ് ചെയ്യില്ല. അപ്പം ഫിസിക്സിൽ ഒരാളെ കിട്ടാനില്ല, ഒരു മനുഷ്യനെ കിട്ടാനില്ല കാര്യം. അപ്പോൾ ഇവിടെ ഞാൻ വാഴക്കാരൻ കുറച്ച് കാലം അവർ തീരെ ആളില്ല. അങ്ങനെ പിന്നെ ടീച്ചർ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. എല്ലാം മനസ്സിലുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് കുറച്ചാൾക്കാർ സത്യം ടീച്ചർ അവരോട് ചെറുവണ്ണൂരെ ആസ്തിപ്പിച്ച പ്രിൻസിപ്പളാണ്. ചെറുവണ്ണൂരെ 4G ഇപ്പൊ നിങ്ങൾക്കറിയാം. മുമ്പ് പിന്നെ 3G എന്നൊരു മൊബൈൽ കമ്പനി ഉണ്ടായിരുന്നു. ഇപ്പൊ അതിന്റെ പേര് മാറ്റി. ഇപ്പൊ എന്താ അതിന്റെ പേര്? മൈജി എന്നായിരുന്നു. കാരണം അവർ വിചാരിച്ചത് 3G നിൽക്കുന്നതായിരുന്നു. പക്ഷെ നിന്നില്ല, 4Gയിലേക്ക് വന്നു. അപ്പൊ പേര് മാറ്റാൻ പറ്റുമോ? ഇല്ല. പിന്നെ അത് 5G, 4G, 5G, ഇപ്പൊ 6G ആണ്. അമേരിക്ക AI എന്ന് പറഞ്ഞു. AI ഇപ്പൊ AI-യുടെ കാലമാണ്. അപ്പോ നമ്മുടെ മോഡിജി അമേരിക്കയിൽ പോയിട്ട് ഇനി AI-യുടെ കാലമാണെന്ന് പറഞ്ഞു. അവിടെ AI എന്ന് പറയുന്നത് എന്തായിരുന്നു? അമേരിക്കയും ഇന്ത്യയും തമ്മിൽ AI അവരുദ്ദേശിച്ചതാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ല. ആ AI-യുടെ എനിക്ക് പറയാനുള്ളത്, ഓരോ ജോലിക്കും ഓരോ തരത്തിലുള്ള മഹത്വമുണ്ട്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇനിയും ഉദ്യോഗത്തിലേക്ക് എത്തിച്ചേരാത്തവര് പെട്ടെന്ന് തന്നെ, കുഞ്ഞുങ്ങളുണ്ടാവും, അവരും കൂടെ പൊയ്ക്കോട്ടെ. നമ്മൾക്കും കുഞ്ഞുങ്ങളുണ്ടായിരുന്ന സമയത്ത് തന്നെ നമ്മൾ പഠിച്ചിരുന്നല്ലേ. അതുകൊണ്ട് കുഞ്ഞിനെ വളർത്തി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒന്ന് കഴിഞ്ഞിട്ട് ഒന്നെന്നുള്ള രൂപത്തിൽ നമ്മുടെ വിലപ്പെട്ട പ്രായവും സമയവും മാറ്റി വെക്കേണ്ട കാര്യമില്ല. അത് പ്ലാൻ ചെയ്ത് നീങ്ങാനായിട്ട് തന്നെ പരിശ്രമിക്കണം. തീർച്ചയായിട്ടും നല്ലൊരു പൊസിഷനിൽ എത്തിച്ചേരണം എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. പിന്നെ നമ്മുടെ റിയാസിന്റെ ഞാനൊക്കെ സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യായിരുന്നു. ഇല്ലല്ലോ അല്ലേ? അപ്പൊ കുഴപ്പമില്ല, അല്ലാതെ പാടാം.
ചെയ്യാറുണ്ട്. പക്ഷേ ഫാമിലി നമ്മുടെ കൂടെ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർക്ക് ഒരു രണ്ട് മൂന്ന് കല്യാണം ഉണ്ടായിരുന്നു. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് അവർ വന്നത്. ഒരുപാട് സന്തോഷം സിസ്റ്റേഴ്സിന്. പിന്നെ നമ്മൾ ഈ സെഷൻ ഏകദേശം വൈകിട്ട് ചെയ്യുമ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് പിരിയുന്നതിന് മുമ്പ് നമ്മുടെ ഈ പ്രോഗ്രാം നമ്മുടെ പേര് നമ്മൾ പറഞ്ഞിട്ടേ ജസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഈ പ്രോഗ്രാം ഈ ഒരു തോട്ട് വന്നപ്പോൾ നമ്മൾ ഗെറ്റ് പ്ലാൻ ചെയ്യാനുള്ള ഒരു തോട്ട് വന്ന സമയത്ത് പെട്ടെന്ന് എല്ലാവർക്കും നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. കാരണം ഇപ്പം ആളുകളെ കിട്ടുമോ അല്ലെങ്കിൽ എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് നമുക്കൊന്നും കിട്ടിയില്ല. ഉള്ള ആളുകളെ വെച്ചിട്ട് മാക്സിമം എന്ത് ചെയ്തു പെട്ടെന്ന് ഒരു കമ്മിറ്റി സെറ്റ് ചെയ്ത് നമുക്ക് എല്ലാവരും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി നമ്മൾ സെക്കൻഡ് ഗെറ്റ് മുമ്പ് നമ്മൾ സ്കൂളിൽ വെച്ച് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ നമുക്ക് മാക്സിമം ആളുകളെ ഇൻഫോം ചെയ്യിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഇത് നമ്മൾ 1-2 പേര് മാത്രമേ കോൺടാക്ട് കിട്ടാത്തുള്ളൂ. ബാക്കി എല്ലാവരും നമ്മൾ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവൈലബിൾ ആയിട്ട് എല്ലാവരും വന്നിട്ടുണ്ട്. ബാക്കിയുള്ള നേരത്തെ പറഞ്ഞ സ്ഥലത്തില്ലാത്ത ആളുകളാണ്. ഇതിപ്പം പ്രതാപനെ പേരിലേക്ക് ക്ഷണിക്കാൻ ഗിഫ്റ്റാണ്. സുകുമാരൻ സാറിനെ ക്ഷണിക്കുകയാണ് ആ ഗിഫ്റ്റ് പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പ്രതാപ് അടുത്തതായിട്ട് നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ക്ലാസ്സിലെ ഒരേ ഒരു കലാകാരൻ ഒരേ കാലം ഫുൾ ടൈം ഷാജുവിനെ ആയിരുന്നു എന്ത് ഫംഗ്ഷൻ വന്നാലും പാട്ട് പഠിക്കാറുള്ളത്. അപ്പൊ ഷാജുവിന്റെ പാട്ടോട് കൂടിയിട്ട് നമ്മൾ ഈ സെഷൻ വൈൻഡപ്പ് ഫുഡ് കഴിക്കാം. ഷാജു തേടുന്നു പുതുതീരങ്ങൾ പിടിതോടാതെ നഗരം കണ്ണെത്താ ദൂരത്തെ കൺമുന്നിൽ നക്ഷത്രം ലൈലാകമേ പാടുന്നു പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ ചിരി തോടാതെ നഗരം മനസ്സിൻ ശിലാതരം മഴപുണർന്നു ഓരോ മൗനങ്ങളും പകലിൻ വരാന്തയിൽ വെയിലറിഞ്ഞതാ തമ്മിൽ ചേരുന്ന തന്നോടു പിന്നലകൾ കുളിരോർമ കൺവിരലാൽ തുടരുന്നു സഹയാത്രയിൽ പ്രിയരാഗങ്ങൾ ചിരിമായാതെ നഗരം തേടുന്നു പുതുതീരങ്ങൾ ചിരി തോടാതെ നഗരം കണ്ണെത്താ ദൂരത്തെ കൺചിമ്മ മധുരത്തിന് പേടിച്ചോണ്ടിരിക്കണല്ലോ. പേടിക്കാനായില്ല.
ഇർഫാന, വൈദ, ഉസ്മാന, ഷാദ, സൗദ്, സദാമ, അനു, സലീം, സിബുട്ട, നൗഷി, റജീന, എല്ലാ പീസും വലുതല്ലേ? മസാല ഓണാണേ, വീഡിയോ ഓണാണേ. വീഡിയോ ഓണാണ്. എക്സൈറ്റ്മെന്റ് കാണിക്കും. അജുന്ന് വെച്ചോടുത്തത് ഇവിടെയൊക്കെ നിരന്നിട്ടുണ്ട് ഗർഭിണികള്. നിരന്നില്ലെങ്കിലും ഈ വീഡിയോ